ഹലോ, ദിസ് ഇസ് ഡാനിയൽ ഫ്രം iCarly.com. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമ്മൾക്ക് എങ്ങനെ ഫേസ്ബുക്കിലൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇതുപോലെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഇത് അറിയില്ലാത്തവർ ഒരുപാട് പേരുണ്ട് എങ്ങനെ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ മലയാളം കീബോർഡ് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഫോണിൽ മെസ്സേജ് ചെയ്യുമ്പോൾ SMS ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിച്ച് നമ്മൾ മലയാളം വേർഡ്സ് ടൈപ്പ് ചെയ്ത് വിടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യണം, ഞാൻ പിന്നെ വിളിക്കാം എന്നൊരു സെൻറ്റൻസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ ഞാൻ പിന്നെ വിളിക്കാം ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് SMS അയക്കാറുണ്ട്. സാധാരണ രീതിയിൽ ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ മലയാളം വാക്കുകൾ ടൈപ്പ് ചെയ്താൽ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ബാക്കി നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി നമുക്കിത് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരുന്നത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഡയറക്റ്റ് ലിങ്ക് തരുന്നില്ല. ആദ്യം നമ്മൾ ഇതുപോലെ google.com ചെല്ലുക. google.com ടൈപ്പ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ടൈപ്പ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ലിങ്ക് ടൈപ്പ് ഇൻ മലയാളം. ഓക്കെ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു എഡിറ്റർ വരുന്നതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പിന്നെ വിളിക്കാം എന്നൊരു സെൻറ്റൻസ് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കീബോർഡിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ന വാക്കിനെ NJAN എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി മലയാളമായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി പിന്നെ PINNE സ്പേസ് അത് കൺവേർട്ട് ചെയ്ത് വന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ ഇത് ഇത്ര സിമ്പിളായിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഫേസ്ബുക്കിൽ എവിടെയെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഒന്നും കൂടി കാണിച്ച ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനിതിപ്പോൾ മാറ്റിയിട്ട് മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നൊരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് സ്പേസ് അടിക്കുക. ഇപ്പോൾ കൺവേർട്ട് ചെയ്ത ആ വേർഡ് കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ടൈപ്പ് സ്പേസ് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അത് ആളുകൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ്ലി ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് പേജിൽ പോയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പോസ്റ്റിന് ഞാൻ എനിക്കൊരു കമൻറ്റ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നൊരു കമൻ്റ് ആണെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ എൻട്രി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ പല കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് നമുക്കിതിൽ ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിൽ ഈ വാക്കിന് നമ്മൾ ഉദ്ദേശിച്ച എക്സാക്റ്റ് വാക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് താഴെ വരുന്ന ഓപ്ഷന് മൗസ് വെച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എഴുതി ചോദിക്കാവുന്നതാണ്. ഞാൻ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സംശയങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇമെയിൽ അഡ്രസ് iCarly@gmail.com. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന iCarly.comൻ്റെ ഒരു യൂട്യൂബ് ചാനലിലാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മലയാളത്തിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ നമുക്ക് iCarly.comൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ജസ്റ്റ് ഫേസ്ബുക്കിൽ iCarly എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പേജിൽ എത്താവുന്നതായിരിക്കും. അതിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനി വീണ്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ iCarly.com വിസിറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഡാനിയൽ സൈനിങ് ഓഫ് റൈറ്റ് നൗ. സീ യു ലേറ്റർ. ബൈ.